ഭക്തിയും കിന്നരം നീട്ടി അവരവിടത്തെ സ്തുതിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു വരദാനത്തിൻ്റെ വർക്ക്ഷോപ്പ്? എത്ര പേർക്ക് ദർശനമായിട്ടോ വാക്കുകളായിട്ടോ ചിഹ്നമായിട്ടോ അടയാളമായിട്ടോ രോഗശാന്തി സ്പർശനമായിട്ടോ എല്ലാം കിട്ടി? അവിടുന്ന് കരമുയർത്തിയേ, ഒന്ന് കൈവീശി കാണിച്ചേ. കണ്ടോ, ഒന്ന് വലിയൊരു കൈയടി കർത്താവിന് കൊടുത്തേ. ഓക്കെ, ഇപ്പോൾ ചിലർക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ വിഷമിക്കേണ്ട, ഇത് ആക്ടിവേറ്റ് ആയി. ഇനി നമ്മൾക്കൊരു കോൺഫിഡൻസ്. നമ്മൾ ആദ്യം വണ്ടി ഓടിക്കാൻ പഠിക്കണ സമയത്ത് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ചിലപ്പോൾ കുഴിയിൽ വീണിട്ടുണ്ടാവും. എന്ന മാതിരി തന്നെയാണ് വരദാനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ. പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ വിജയിക്കുള്ളൂ. പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ സെൽ ഗ്രൂപ്പ്, നമ്മൾ 2-3 പേര് ഒരുമിച്ച് കൂടിയിട്ട് പരിശുദ്ധാത്മാവേ ഈ വരദാനങ്ങൾ ഞങ്ങളിൽ കൂടുതൽ അനുഭവമാക്കണേ. നമ്മൾ വീട്ടിലായാലും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ 1-2 ആൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്ന് വേറെ വർത്താനമൊന്നും പറയാണ്ട് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് എല്ലാ വരങ്ങളും ഉണ്ട്. ഇനി നമ്മളിലുണ്ടത്, എല്ലാ വരങ്ങളും നമ്മളിലുണ്ട്. പക്ഷെ അതിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സമയത്ത് കാലയളവിൽ ഓരോ ശുശ്രൂഷകൾക്ക് വേണ്ടി വ്യത്യസ്തമായ വരങ്ങൾ നമ്മളിൽ അഭിഷേകമാക്കുന്നു. ഓരോ കാലഘട്ടത്തിൽ ഇപ്പോൾ വിവാഹം എന്നത് ഒരു വരമാണ്, ഒരു ക്യാരിസമാണ്. വൈദികനാകുക എന്നുള്ളൊരു ക്യാരിസമാണ്. അപ്പോൾ അത് ആക്ടിവേറ്റ് ആയാലേ വൈദികനാകാൻ പറ്റുള്ളൂ. വിവാഹിതരാകുക എന്നുള്ള ആ ക്യാരിസം 5 വയസ്സിൽ ആക്ടിവേറ്റ് ആവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ആ സമയത്തിനാണ് അതാകുന്നത്. എന്നപോലെ കർത്താവ് ഓരോരുത്തരിലും, അതാണ് 1 കൊരിന്ത്യർ 12:7 പറയുന്നത്, ഓരോരുത്തരിലും ആത്മീയ ദാനങ്ങളുണ്ട്. ഓരോരുത്തരിലും ഇച്ചിരി പുറോട്ട് നീക്കിയത്. മതി. യെസ്, ഇപ്പോഴാണ് ആ ലൈറ്റിൻ്റെ ആംഗിൾ ശരിയാണ്. ഓൾറൈറ്റ്, താങ്ക് യു. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുത്തുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. എല്ലാവരും ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുത്തുന്നത് പൊതു നന്മയ്ക്ക്. മതി. ഇത്രയും വിശദമായിട്ട് പോകാൻ സമയമില്ല. ഇത്രയും മനസ്സിലാക്കുക. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന ഒറ്റ വാക്ക്? ഓരോരുത്തരിലും എന്ന് പറഞ്ഞ എല്ലാവരും ഓരോരുത്തരിലും. അപ്പം അതിൽ നിങ്ങളുണ്ടോ? അതാണ് ഇത്. ജോൺ പോൾ II തന്നെ ക്രിസ്റ്റഫർ ദിലീസ് ലേസി എന്ന ലേഖനത്തിൽ ഇത് എടുത്ത്, അതാണ് ജോൺ പോൾ II ഒരു പ്രത്യേകത. ഒരു ചെറിയ വാചനം കൊണ്ട് ഓരോരുത്തരിലും, ആ ചാപ്റ്റർ മുഴുവനും അതിനെക്കുറിച്ചാണ്. ഓരോരുത്തരിലും എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസികളിലും. നമ്മളിതൊക്കെ ആദ്യം വിചാരിച്ചത് ഇതൊക്കെ നായിക്കാമ്പറമ്പിലച്ഛനും പണിക്കലച്ഛനും വലിയ വലിയ ആളുകൾക്ക് കൊള്ളാമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ നമ്മളിലും പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു പ്രത്യേകതയില്ല. അങ്ങനെ തോന്നുന്നില്ലേ? ഞാനൊരു സാധാരണക്കാരനായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയോ? വളരെ സാധാരണ മനുഷ്യനാണ്. ഐ ആം എ വെരി വെരി ഓർഡിനറി പേഴ്സൺ. അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് താനും. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് എന്നെ ഇത് പ്രഘോഷിപ്പിക്കാൻ കൊണ്ട് നടക്കണത്. എന്തുകൊണ്ടാണ്? മറ്റുള്ളവർക്ക് മനസ്സിലാകണം, ഈ തോമസ് പോളിന് ഇതൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കെന്തുകൊണ്ട് ചെയ്തുകൂടാ?
എന്ത് പറയണു? എന്ത് പറയണു? എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്ന് കൈവെട്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് കൈപൊക്കി. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നവരൊന്ന് കൈപൊക്കി. തോമസ് പോളിന് ഇങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കും ചെയ്തുകൂടാ? അതാണ് വലിയ വലിയ വിശുദ്ധരെ തന്നെ. അവനും അവൾക്കുമൊക്കെ വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാ? ഇതെല്ലാം നമുക്കുണ്ട്. പിന്നെ പ്രശ്നം നമ്മൾ ആദ്യമേ പറഞ്ഞത് വീണ്ടും പറയാണ്. പ്രശ്നം മുഴുവൻ ആരാ? ഫരിസേയരാണ്. രണ്ടാമതൊരു പ്രശ്നം, നമ്മൾ കർത്താവ് വിളിച്ച വിളിയൊന്നും നോക്കാണ്ട് വേറെ എന്തോ ഒരു ഡയറക്ഷനിൽ ഒരു കാരിയർ ബിൽഡിങ്ങും കുറേ സ്വപ്നങ്ങളുമായിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. അതാണ് യോനായെ പ്രവാചകനായിട്ട് എല്ലാ വരങ്ങളും കൊടുത്ത്, പക്ഷേ അവസാനം കൃത്യസമയമായപ്പോൾ യോന പറയാണ്, ഞാൻ അവിടേക്ക് മാത്രം പോകില്ല, വേറെ എവിടേക്ക് പറയാനും, കാരണം അവിടുത്തെ ആൾക്കാർ മഹാതല്ലിപ്പൊളികളാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകില്ല. എന്നിട്ട് യോന എന്ത് ചെയ്തു? താർശീഷിലേക്കുള്ള കപ്പലിൽ കയറി. കപ്പലിൽ കയറിയതോടുകൂടി കടലിലും പ്രശ്നം, കപ്പലിലും പ്രശ്നം, യാത്രക്കാർക്കും പ്രശ്നം, എല്ലാം പ്രശ്നം. എന്തുകൊണ്ടാണ്? ഈ ഒരു പ്രവാചകൻ ദൈവഹിതം അറിയാതെ അല്ലെങ്കിൽ അനുസരിക്കാതെ വേറൊരു ഡയറക്ഷനിൽ പോകുന്നു. അവൻ മുഖാന്തിരം എന്തിനു പ്രശ്നം ഉണ്ടായേക്കണു? കടലിന് പ്രശ്നം. കടലിൽ കോളിലൊക്കെ ഉണ്ടാക്കി. എന്തിന്? ഈ കപ്പലിനെ മറിക്കാൻ വേണ്ടി. കപ്പലിലുണ്ടായിരുന്ന ആൾക്കാർ അവരുടെ ചരക്കൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു. എന്ത് കർത്താവ്? എവിടെ ഇപ്പം ഈ കർത്താവിൻ്റെ കരുണ? ഇപ്പം എവിടെ കരുണ? കരുണ കർത്താവിന് എന്തുകൊണ്ടാണ് ഇത് ആവശ്യം? നിനവേക്കാരോടുള്ള കരുണയെ പ്രതിയാണ്. നിനവേലെ മനുഷ്യരോടുള്ള കരുണയെ പ്രതിയാണ് ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. എനിവേ, അവസാനം അവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിജാതീയരായ കപ്പലുകാർ. പ്രവാചകൻ നല്ല ഉറക്കവും. അങ്ങനെ അവസാനം അവർ നറുക്കിട്ടപ്പോൾ മനസ്സിലായിട ഇവനാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ. ആവുമ്പോൾ അവരോട് ഇടവ് നീന്തി കിടന്ന് ഉറങ്ങണേ, ഞങ്ങളൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കണം, നീ നിൻ്റെ ദൈവത്തിനോട് പ്രാർത്ഥിക്കും. എനിക്ക് പ്രാർത്ഥിക്കാണ്ട് തന്നെ കാര്യം അറിയാം. എന്താ പ്രശ്നം? എനിക്ക് പ്രാർത്ഥിക്കാണ്ട് തന്നെ കാര്യമൊക്കെ. പക്ഷേ ഇവിടെ ഞാനൊരു പോസിറ്റീവായിട്ട് അതിനകത്തൊരു പോയിന്റ് കാണുന്നത്, അവന് മനസ്സിലായി ഞാൻ പോകുന്നത് റോങ് ഡയറക്ഷനിലാണെന്ന്. മാത്രമല്ല, ഈ ദൈവഹിതം നിറവേറ്റാൻ ഞാൻ ഇവിടുന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടണം, എന്നെ കടലിലേക്ക് വലിച്ചെറിയുക എന്ന് യോന പറഞ്ഞു. ഇതിന് കുറച്ച് ധൈര്യം വേണ്ടേ? അതാണ് നമുക്കുണ്ടാകേണ്ട ധൈര്യം. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് തീരുമാനിക്കുക, നിങ്ങൾ ഏത് കപ്പലിലാണ് പോണേ? ചിന്തിക്കുക, നിങ്ങൾ ഏത് കപ്പലിലാണ്? നിനവേലേക്ക് കർത്താവ് പറഞ്ഞ പോലെയുള്ള കപ്പലിലാണോ, അതോ അവിടെ നോടി വേറെ സ്ഥലത്തേക്കുള്ള കപ്പലിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവേ, എന്നെ ഈ കപ്പലിൽ നിന്ന് എന്നെ കടലിലേക്ക് എറിയുക. കണ്ടോ, അവരെറിഞ്ഞപ്പോൾ കർത്താവ് അവിടെ കൈകളുമായിട്ട് കാത്തു നിൽക്കുകയാണ്. അവനല്ലേ ഫുട്ബോൾ പിടിക്കണ മാതിരി വെള്ളത്തിൽ മുട്ടാതെ അവനെ പിടിച്ച് അകത്തൂടെ സബ്മറൈനിലൂടെ അവിടെ കൊണ്ടുപോയാക്കി. അപ്പോൾ ദൈവഹിതം അനുസരിച്ച് പ്രാർത്ഥിക്കുക, ദൈവഹിതം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വളരെ ഒരു വിജയവും സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ആളുകൾ അങ്ങനെ ചെയ്യുന്ന കണ്ട് ഇങ്ങനെ ചെയ്യുന്ന കണ്ട്, അല്ലെങ്കിൽ ഇതിന് മാർക്ക് കുറവാണ്, അതുകൊണ്ട് നമുക്ക് ഈ സബ്ജക്റ്റ് എടുക്കാം, ഇതിനാണിപ്പോൾ ജോലിക്ക് സാധ്യത, അതുകൊണ്ട് ആ സബ്ജക്റ്റ് എടുക്കാം. അതൊന്നും വിജയിക്കില്ല. ദൈവഹിതം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ അങ്ങനെ അവസാനിച്ചു. വരദാനങ്ങൾ നമ്മളിലുള്ളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് വളരും.
ധൃതി പിടിച്ച് ഒന്നും ചെയ്യരുത്. വ്യാഖ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി ഈ പെട്ടെന്ന് ആ വരദാനങ്ങളുടെ ഇപ്പോൾ ഈ ദിവസങ്ങളിലെ വായനകളിൽ ഉണ്ടായിരുന്നതാണ്. നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് പ്രവചനപരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഭാഷാപരമുള്ളവർ വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അപ്പോൾ നമുക്കാകെ കൺഫ്യൂഷനാണ്. ഇതെല്ലാവരും ഇവിടെ ഭാഷാപരം. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കി തരാണ്. ഇത് വളരെ അപൂർവം ആളുകൾക്ക് ഇത് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഒന്ന് വായിക്കാം. അത് 1 കൊരിന്ത്യോസ് 14-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനം. 1 കൊരിന്ത്യോസ് 14-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനം പറയുന്നത്, ഞാൻ ഭാഷാപരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. വെയിറ്റ് കണ്ടോ, ശ്രദ്ധിച്ചോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഭാഷാപരത്തോടെ പ്രാർത്ഥിക്കുന്നതാണത്. ഭാഷാപരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആര് പ്രാർത്ഥിക്കുന്നു? ആത്മാവ് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മനസ്സല്ല അവിടെ പ്രാർത്ഥിക്കുന്നത്. തുറന്നു വായിച്ചോ. എന്നാൽ എൻ്റെ മനസ്സ് ഫലരഹിതമാണ്. എൻ്റെ മനസ്സ് ആ നേരത്തെ ഒന്നും ചെയ്യില്ല. അതാണ് നമ്മൾ കറിക്കരിയ നേരത്ത് മനസ്സുകൊണ്ട് കറിക്കരിയാണ്. പക്ഷേ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, തുറന്ന്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കും. അപ്പോൾ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ആർക്കറിയാം ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്? നിങ്ങൾക്കറിയോ ഞാൻ എന്താ പ്രാർത്ഥിക്കണേന്ന്? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആദ്യം പറയുകയാണ്, സ്നേഹമുള്ളവരെ, നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വരദാനങ്ങൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ടോ, മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആമേൻ പറയാൻ പറ്റും, അല്ലെങ്കിൽ ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. നമുക്ക് ഇവിടെയുള്ള എല്ലാവരും ആത്മാവ് കൊണ്ട് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത് ഭാഷാപരത്തിലെ പ്രാർത്ഥനയാണ്. മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടുമാണ് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചത്. ഇനി അടുത്ത് വായിക്കൂ. ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പാടുകയും കണ്ടോ, പാടാനും പറ്റും. അതാണ് ഭാഷാപരത്തിൽ പാടാം. ആത്മാവ് കൊണ്ട് പാടാം, ഭാഷാപരത്തിൽ പാടാം. കണ്ടോ, ഇത് ഭാഷാപരത്തിൽ പാടും. ഇത് പറഞ്ഞു, അത് ഭയങ്കര രസമാണ്. എല്ലാവരും ഭാഷാപരത്തിൽ പാടുമ്പോൾ വലിയ ഒരു സ്വർഗീയ അനുഭവമായിരിക്കും. ഓക്കെ, ഇനി വായിക്കാം. നേരെ മറിച്ച് നീ ആത്മാവ് കൊണ്ട് മാത്രം സ്തോത്രം ചെയ്താൽ നിന്റെ വാക്കുകൾ ഗ്രഹിക്കാൻ ത്രാണിയില്ലാത്ത അന്യൻ നിന്റെ കൃതജ്ഞതാസ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും? നീ ഉചിതമായി കൃതജ്ഞത അർപ്പിക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ അവരിന് അത് പരിപോഷകമാകുന്നില്ല. നിങ്ങൾ എല്ലാവരെയും കൂടുതലായി ഞാൻ ഭാഷാപരത്തോടെ സംസാരിക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ അവിടെ പറയണത് ടോട്ടലി വേറൊരു സബ്ജക്റ്റാണ്. നിങ്ങളെല്ലാവരെയും, വാസ്തവത്തിൽ അവിടെ ഒരു പാരഗ്രാഫ് മാറേണ്ടതായിരുന്നു എന്നാണ് സെൻറ്റ് പോളിനോട് എനിക്ക് പറയാനുള്ള അഭിപ്രായം. അവിടെ എന്താ വേണ്ടത്? ഇത് കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. നിങ്ങളെല്ലാവരേക്കാൾ കൂടുതലായി ഞാൻ ഭാഷാപരത്തിൽ, കണ്ടോ എന്താണ് അവിടെ പറഞ്ഞത്? ഭാഷാപരത്തിൽ സംസാരിക്കുന്നു. മനസ്സിലായോ? അതാണ് ആർക്ക് പിടികിട്ടാത്തത്. സംസാരിക്കുന്നു എന്ന് പറയുന്നതും പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതും രണ്ട് വളരെ വ്യത്യസ്ത ഗിഫ്റ്റുകളാണ്. ഭാഷാപരം എന്ന് വരെ ശരിയാണ്. ഭാഷാപരം നേരത്തെ കണ്ടോ, 14:14 പറയണത് എന്താ? ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇതെത്ര? 14:18 പറയുന്നത് നിങ്ങളെല്ലാവരേക്കാൾ കൂടുതലായി ഞാൻ ഭാഷാപരത്തിൽ സംസാരിക്കുന്നു. സ്പീക്കിംഗ് ഇൻ ടങ്സ്, മറ്റത് പ്രേയിങ് ഇൻ ടങ്സ്. ഈ ചാപ്റ്ററിൻ്റെ ആദ്യവും 14:2-3 വായിച്ചാൽ അവിടെയും പറയുന്നത് ഭാഷാപരത്തിൽ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. കണ്ടോ,
അപ്പോൾ ഭാഷാവരം ഉള്ളവൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സാധാരണ കാണുന്ന ഭാഷാവരം എന്നാണ് മനസ്സിലാവുന്നത്. അതല്ല അത്. ഭാഷാവരമുള്ളവൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അത് ഭാഷാവരത്തിൽ സംസാരിക്കുന്നതാണ്. ദാറ്റ് ഈസ് അനദർ ഗിഫ്റ്റ്, സ്പീക്കിംഗ് ഇൻ ടങ്സ്. അത് ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം, അപ്പോഴേ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. ആ സ്പീക്കിംഗ് ഇൻ ടങ്സ് എന്നുള്ള സംസാരമാണ് പൗലോസ് പറയുന്നത്. നിങ്ങളൊരു സദസ്സിൽ എല്ലാവരും ഭാഷാവരത്തിൽ സംസാരിക്കുകയാണെങ്കിൽ അത് മനസ്സിലാകാത്തവർ എന്ത് ചെയ്യും? അതുകൊണ്ട് വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ സംസാരിക്കാതിരിക്കുകയാണ് നല്ലതെന്ന് പറയുന്നത്. അത് ഭാഷാവരത്തിൽ നമ്മൾ സാധാരണ ഇവിടെ കാണുന്ന പ്രാർത്ഥനയല്ല. ഓക്കെ, അപ്പോൾ എളുപ്പം മനസ്സിലാകാൻ ഞാനിപ്പോൾ അതൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടി ഭാഷാവരത്തിൽ സംസാരിച്ചിട്ട്, അപ്പോൾ ഞാനത് സംസാരിക്കുമ്പോൾ എനിക്ക് ആ വരമുള്ളതുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ആ വരമുണ്ടാകാം. അതും വേറൊരു സെമിനാറിലൊക്കെ യൂട്യൂബിൽ നമ്മളുടെ വരദാനാഭിഷേകത്തിൻ്റെയൊക്കെ സെമിനാറുകളുണ്ട്. അതൊക്കെ കേൾക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട്, ഈ വരദാനങ്ങളുടെ മാത്രമായിട്ട് 5 ദിവസത്തെ സെമിനാർ ഉണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ വരദാനങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പഠിപ്പിച്ച് അത് ഓപ്പറേഷൻ നടത്തി അതിലെ കുറവുകളൊക്കെ പരിഹരിച്ച്, അത് വേറൊരു പ്ലാനിങ് ആണ്. അത് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അടുത്ത വർഷം എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ നടത്താം. കുറേ വരദാനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സെമിനാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഭാഷാവരത്തിൽ സംസാരിക്കുമ്പോൾ ഇപ്പോഴും എനിക്കറിയില്ല ഞാൻ എന്താ സംസാരിക്കാൻ പോണെന്ന്. എനിക്കറിയില്ല. പരിശുദ്ധാത്മാവ് എൻ്റെ ശബ്ദം ഉപയോഗിച്ച് എന്തോ പറയും. ആ പറയുന്ന നേരത്തും അതിൻ്റെ അർത്ഥം എനിക്ക് അറിയില്ല. ഇതാണ് അപ്പസ്തോലന്മാർ പന്തക്കോസ്താ ദിവസം സംസാരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കേട്ടിരുന്നവർക്ക് അത് വ്യാഖ്യാനിക്കാനുള്ള വരം കിട്ടി. അപ്പോൾ 10 രാഷ്ട്രങ്ങളിൽ നിന്ന് വന്നവർക്ക് 10 പേർക്കും അവരവരുടെ ഭാഷയിൽ അത് വ്യാഖ്യാനിക്കാനുള്ള വരം. അങ്ങനെയാണ് അവർക്കത് മനസ്സിലാവുന്നത്. സംസാരിക്കുന്ന സമയത്ത് എനിക്കറിയില്ല. ഞാൻ എൻ്റെ മൊഡാലിറ്റി പറയുകയാണ്. സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിന് വ്യാഖ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ വേറൊരു വരമാണത്. എന്ത് വരം? ഭാഷാവരത്തിൻ്റെ വ്യാഖ്യാനപരം. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് ഒരു പ്രവചനം പോലെ എനിക്കറിയാവുന്ന ഭാഷയിലും അതിനെ ഒരു മെസ്സേജായിട്ട് തരും. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതാണ് അതിൻ്റെ അർത്ഥമെന്ന്. ഇത്രയും പ്രോസസ്സ്. ഞാൻ ഈ ഭാഷാവരത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങളും ദാഹിച്ച് പ്രാർത്ഥിക്കുക. ആ ഭാഷാവരത്തിൽ സംസാരിക്കുന്ന വരം കിട്ടാനോ അതിൻ്റെ വ്യാഖ്യാനം കിട്ടാനോ നിങ്ങൾ പ്രാർത്ഥിക്കണം. ചിലപ്പോൾ ഞാൻ സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ആരെങ്കിലും പെട്ടെന്ന് ഭാഷാവരത്തിൽ സംസാരിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ആ സംസാരിച്ചതിൻ്റെ അർത്ഥം നമ്മളിലൊരു സൂചനയായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രവചനമായിട്ടോ വരാം. പക്ഷെ പെട്ടെന്ന് അത് നിങ്ങളത് മനസ്സിലായില്ലെന്ന് വരില്ല. ആശയം വരും, പക്ഷെ നമ്മൾ സംശയം ഇത് തന്നെയാണോ, ഇതല്ലെങ്കിലോ മിണ്ടാതിരിക്കാം, ഇങ്ങനെ തോന്നുള്ളൂ ആദ്യം. പക്ഷെ ഞാൻ സംസാരിച്ച് കഴിയുമ്പോൾ അയ്യോ ഇത് തന്നെയാണല്ലോ എനിക്ക് കിട്ടിയത്. ഇപ്പോൾ പലരും ഇവിടെ പറഞ്ഞില്ലേ, ബ്രദർ അത് പറയുന്ന സമയത്ത് നമുക്കും അങ്ങനെ അതേ ആശയം വന്നു എന്നുള്ളത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയം അറിഞ്ഞ് എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നതാണ് എന്ന മാതിരി. ഓക്കെ, അപ്പോൾ നമുക്കത് ഒന്ന് ഡെമോൺസ്ട്രേഷനായിട്ട് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് ചെറിയ ശബ്ദത്തിൽ ഭാഷാവരത്തിൽ ആദ്യം ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഇതൊരു ഡെമോൺസ്ട്രേഷൻ ആണെങ്കിലും അതൊരു പ്രവചനമായിട്ട് ഈ സമൂഹത്തോട് കർത്താവ് എന്താ പറയാനുള്ളതെന്നും കൂടി ആകാം. ശാലഹലബല. ഇപ്പോൾ നമ്മൾ ആദ്യം ഭാഷാവരത്തിലൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ ശാലബല ബല 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 ഹലബല ഹലബല ശിയാല ഹലബല ബല 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 ശാലബല ബല 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 ശാലഹലബല ഹീരിയല ഹലബല മഖീരിയല ഹീരിയല ഹലബല മല്ലബല ബല ബല ബല
ശാന്തമാകാം, ശാന്തമാകുക. ഒന്നും കൂടി പ്രാർത്ഥിക്കാം. Arra lamaki labu lambaha u araba amhallaba rabakiri allaha liki laba lahu labakiri allaba. ഇപ്പൊ ഇനി വ്യാഖ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ ജനമേ, എൻ്റെ ജനമേ, നിങ്ങൾ എൻ്റേതാണ്, ഞാൻ നിങ്ങളുടേതാണ്. ഞാൻ നിങ്ങളിൽ മുഴുവനായി അഭിഷേകം ചെയ്തിരിക്കുന്നു. എൻ്റെ സാന്നിധ്യം നിങ്ങളിൽ തുടിക്കുന്നു. നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട. അന്ധകാരത്തിലേക്ക് പോകുവിൻ. നിങ്ങളെ ഞാനൊരു പ്രകാശ സ്തംഭമാക്കും. ഞാൻ നിങ്ങളുടെ ദൈവമാണ്. ഞാൻ നിങ്ങളുടെ ശക്തിയാണ്. ഞാൻ നിങ്ങളുടെ അഭിഷേകമാണ്. ഞാൻ നിങ്ങളിലുള്ള തിരുസാന്നിധ്യമാണ്. റുഹു 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 ലമാഹി ലബഹ. നിങ്ങളിൽ നിറഞ്ഞു നിൽക്കും ഞാൻ. നിങ്ങളിൽ നിറഞ്ഞു നിൽക്കും ഞാൻ. നിങ്ങളിൽ നിറഞ്ഞു നിന്നുകൊണ്ടേയിരിക്കും ഞാൻ. ഒരിക്കലും നിങ്ങൾ തളരുകയോ നിരുത്സാഹപ്പെടുകയോ വേണ്ട. ഒരിക്കലും നിങ്ങളെ ഞാൻ വിടുകയില്ല. ഒരിക്കലും നിങ്ങളുടെ ശക്തി അകന്നു പോകയില്ല. നിങ്ങൾ എൻ്റെ ശക്തി കൊണ്ട് തുടിക്കും. Praise the Lord. ആർക്കെങ്കിലും ഈ വ്യാഖ്യാനം കേട്ടപ്പോൾ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയോ? എന്താ സിസ്റ്ററെ? അങ്ങനെ കിട്ടി. നിങ്ങൾക്ക് തന്നെ ഒരു അഭിഷേകം നിറയണമായി തോന്നിയപ്പോൾ എന്താ ഓക്കെ. അപ്പോൾ ഇതാണ് ഭാഷാവരത്തിൽ സംസാരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അത് വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതും ഒരുപാട് പേര് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കോലാഹലം പോലെ തോന്നും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ മനസ്സിലായി. ഇനി നമുക്ക് വേറൊരു ടോപ്പിക്കിലേക്ക് പോകാൻ പോവുകയാണ്.